ഹായ് ഫ്രണ്ട്സ്, വല്ലതാണ് ഇന്ന് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1.70 കുട്ടിയാണ് കസ്റ്റമർ 1.75 തൊട്ട് ഈ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ചിലവ് നമ്മൾ ചെയ്തതല്ല കേട്ടോ. അപ്പം വണ്ടി വന്നേക്കുന്ന ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത് റീസ്റ്റോർ ചെയ്ത് വന്ന് അടുപ്പിച്ചൊരു 3-4 വണ്ടിയായി വരുന്നുണ്ട്. വണ്ടി വലിക്കാത്തൊരു വിഷയം, 5 മണി കഴിഞ്ഞിട്ട് വണ്ടി വലിക്കുന്നില്ല, വണ്ടി ഓടിക്കാൻ സുഖമല്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട്. അപ്പോൾ ഈ വണ്ടിയും അങ്ങനെ വന്ന വണ്ടിയാണ്, വീഡിയോ കണ്ടിട്ട് വന്നതാണ്. വണ്ടി വന്നു, വണ്ടി പമ്മി ഇങ്ങനെ ഓടും, നടക്കും, ഓടൂല എന്നുള്ള അവസ്ഥയിലായിരുന്നു വണ്ടി. അപ്പോൾ വണ്ടി ഈ സിമ്പിൾ കേസ് ഉണ്ടായിരുന്നുള്ളൂ. കാർബറേറ്റർ ട്യൂണിങ്ങിൻ്റെ വിഷയം ഉണ്ടായിരുന്നു, പ്ലാറ്റിനം മോയിൻ്റെ ഗ്യാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വിഷയം ഉണ്ടായിരുന്നു, ടൈമിങ്ങിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. ഈ 3 വിഷയം സോൾവ് ആയപ്പം വണ്ടി വലിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. പിക്കപ്പ് വണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അല്ലാതെ വണ്ടി പണി കഴിഞ്ഞ ആളുകൾ വേറെ പേടിച്ചിട്ട് നിൽക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആ ഒരു 3 വർക്കും പ്രോപ്പറായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം ആ കറക്റ്റ് സെറ്റിംഗ് ആയ വണ്ടി കറക്റ്റ് വലിക്കുന്നുള്ളത്. അല്ല വേറെ സിലിണ്ടർ ബിസിനസ് കാര്യങ്ങളൊക്കെ വെറും ആലോചിക്കേണ്ട കാര്യമല്ല. ആ സിമ്പിൾ കേസേ ഉള്ളൂ വണ്ടി വലിക്കാത്തതിന്. അത് നോക്കിയതിന് ശേഷം, അത് പ്രോപ്പർ അല്ല ശേഷം, അല്ല എങ്കിൽ കംപ്രഷൻ ടെസ്റ്റ് കൂടി നടത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ. ഓക്കെ. അപ്പം ഇത് വേറൊരു കാര്യമായിട്ട് പറയാണ്ട്, എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഈ സീറ്റ് റിസർവ് ചെയ്ത വണ്ടികൾ സീറ്റ് കുറച്ചുകൂടെ ചേർന്നിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സീറ്റ് ചേർന്നിരുന്ന എന്താ സംഭവിക്കാന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ സീറ്റ് ചേർന്നിരുന്നാണ്. ഓക്കെ, ഇവിടെ ഉണ്ടല്ലേ. ഇത് കട്ടിംഗ് പോളിഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് കട്ടിംഗ് പോളിഷ് ചെയ്ത് PPF ഒട്ടിച്ച് അത് എന്നിട്ടും കൂടെ സീറ്റിന്റെ പെയിന്റ് പോയി മെറ്റലായി. അത് മെറ്റലായി തുരുമ്പ് പിടിച്ച് നാശമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഇവിടെ റെസ്റ്റ് വരും, ഇവിടെ ഹോള് വീഴും, തേയ്മാനം വന്ന് ഹോള് വീഴും. കാരണം ഓരോ ഇരുത്തത്തിലും നമ്മൾ ഓരോ ആക്ഷൻ വരുന്ന സമയത്ത് ഈ സീറ്റ് ഇതിൻ്റെ മുകളിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സീറ്റിൻ്റെ മെറ്റലാണ് വരയ്ക്കുന്നത്, റെക്സിംഗ് ആയ മെറ്റലാണ് വരയ്ക്കുന്നത്. പിന്നെ മാത്രം ഫിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ 2 ക്ലാമ്പിൻ്റെ മുകളിൽ മാത്രമായി നിൽക്കുന്നത്. ഇത് ശരിക്കും ചെയ്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇതൊന്ന് ഇവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തൊരു ക്ലാമ്പ് സെറ്റ് ചെയ്യുന്ന ഈ സീറ്റ് താഴോട്ട് ആടുന്ന വിഷയം, ഈ ഇളകുന്ന വിഷയം, ഇതിലേക്ക് പ്രസ്താവുന്ന വിഷയം ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് എങ്ങനെയെങ്കിലും പൊക്കി വെച്ചാൽ മാത്രമേ നമുക്ക് സീറ്റ് കറക്റ്റായിട്ട്, അല്ല നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭംഗി ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസ് ആവും. നിങ്ങൾ ആലോചിക്കുക, ഇരിക്കുന്ന സമയത്ത് സീറ്റ് നിങ്ങൾ താഴോട്ട് താഴും. ഓരോ ആക്ഷനും അടിച്ചിട്ട് ടാങ്ക് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇവിടെ ഇത് ഫിറ്റ് ചെയ്ത പ്രശ്നമാണ് കൂടുതലേ വന്നിട്ടുള്ളത്. അപ്പോൾ സീറ്റ് കൂടുതലായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കൂടുതലും സീറ്റ് കൂടുതലായിട്ട് അടുത്തേക്ക് ചേർത്ത് വെക്കാത്തത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.